ഇപ്പം വീണേനെ. എണ്ണിക്കടാ. ആരടാ ഇവിടെ പടുത്തലിട്ടത്? സാർ അത് എടുക്കടാ. എന്തരടേ എവിടെ നോക്കി നടക്കണടേ നീ? പഴത്തൊലി അതിനകത്ത് ഡടാ. വൈകുന്നേരം പശുവിന് കൊടുക്കാം. ഏയ് എന്തരടേ നിന്റെ പേര്? ഫ്രാൻസിസ് ഡിക്രൂസ് പെരേര വിൽഫ്രഡ് ഗോമസ്. എന്തരടേ? ഫ്രാൻസിസ് ഡിക്രൂസ് പെരേര വിൽഫ്രഡ് ഗോമസ്. ഓഹോ. ബാബു ബാബുന്ന് എഴുതി ബാബുന്ന് വിളിക്കും. എന്തൊരു ബാബു? ബാബു. ഫ്രാൻസിസ് ഡിക്രൂസ് അല്ലടാ നീ. എന്തുവാടാ നോക്കുന്നേ? സതെ ആ കാണുന്ന പൊത്തുകൾ കണ്ടോ? എവിടെടേ? അതിനകത്ത് കൈയിടാൻ ആർക്കും പറ്റത്തില്ല. അതെന്തടേ അങ്ങനെ? അതിനിത്തിരി ധൈര്യമൊക്കെ വേണം. എടാ ഈ മിന്നൽ പുഷ്കരനാണ് നിന്റെ കളി. ഒരു കുഴപ്പമില്ലേ സാർ? ഏയ് ഇപ്പോഴോ? എടേ ഒന്നുമില്ലടേ. സാർ കുറച്ചുകൂടെ അകത്തേക്ക് കൈയിട്ട് നോക്കിയേ. എന്തരടേ? ഇപ്പോഴും ഒരു കുഴപ്പമില്ല. കാര്യം പറയടേ. അപ്പൊ മറ്റേ പൊത്തിലാണ് പാമ്പ് കയറി പോയത്. നീ എവിടെയാണ് നോക്കി നിൽക്കണത്? അധികം വിളയല്ലോ കേട്ടടേ. ദാ ഈ വടി കണ്ടോടാ നീ? കണ്ടു സാർ. ഈ വടിയുടെ അറ്റത്ത് ഒരു മണ്ടനുണ്ട്. അത് ശരിയാ. നീ കാഞ്ഞ വിത്താണല്ലോടാ. ചെസ്സൽക്കാരാടാ നിനക്ക് കളിയടാ. അയ്യോ എല്ലാം പോയടേ. സാരമില്ല നീ കളി കേറടാ. താഴെ നിന്ന് കളിയടാ. കളിയടാ സാർ. അത് കളിയടാ. നീക്കടാ സാർ. അത് കളിയടാ നീ. കളിച്ചു സാർ. എന്തരടേ കാണിക്കണത്? എന്താണേ കളിക്കാറേ? മാറിക്കടേ. വേണ്ട വേണ്ട മാറി മാറി മാറിയിടടാ. ഇവിടെ ഇല്ലടാ നീ. നീ ചെസ് കളിക്കുള്ളടേ. നിനക്ക് കളിക്കാറുണ്ടെങ്കിൽ എന്തിനാ കളിക്കാൻ പറഞ്ഞേ? സാർ അത് കളിക്കാൻ. നീ എന്ത് കുറ്റത്തടാ നീ ആത്തായത്? സാർ അത് വേണോ സാർ? പറയടേ. തറയിലിരുന്ന് ചീട്ട് കളിച്ചതിനാ സാർ. ഓഹോ നീ തറയിലിരുന്ന് ചീട്ട് കളിക്കുമല്ലടേ. കാണിക്കടാ. എടാ കാണിക്കടാ. നീ എങ്ങനെടാ ചീട്ട് കളിക്കുന്ന? കാണിക്കടാ. സാർ അത് അങ്ങോട്ട്. സാർ അതിങ്ങനെ ഇങ്ങനെ ഇരുന്നത്. എങ്ങനെ നോക്കട്ടെ? ഇങ്ങനെ. എന്നിട്ട് കൊള്ളാമല്ലടാ സംഭവം. എന്നിട്ടടേ? എന്നിട്ട് ഈ കാലെടുത്ത് പുറത്തോട്ട് വെച്ചു. എന്നിട്ട് ഈ കൈയെടുത്ത് കൂടെ. എന്നിട്ടടേ? ഇങ്ങനെ കയറ്റി. എന്നിട്ട് ഇങ്ങനെ ചാടി ഒന്ന് എണീറ്റേ. എന്താ ഇതല്ലേ സാർ? എനിക്കിതൊക്കെ പറ്റുന്നില്ലല്ലേ? ഇല്ലടേ. ഇപ്പോഴോ? ഇല്ലടേ. ഒട്ടും ഇല്ലെന്ന്. ഒന്നുകൂടെ നോക്കിക്കേ. ഇല്ല. അപ്പൊ ടാറ്റാ. ഈ മിന്നൽ പുഷ്കരൻ ഒരു തവണ ഉറയിന്ന് തോക്കെടുത്താൽ ഒരു ഉണ്ടെങ്കിലും വേസ്റ്റ് ആക്കാതെ തിരിച്ചുറയിൽ ഇടാറില്ല. എന്തടേ ഇത്? ടിങ്കു തോക്ക് മാറിയെത്തുന്നാണ് തോന്നുന്നത്. സാരമില്ല. നീ ഭയങ്കര കളലാണെന്നല്ലേ കേട്ടത്? സാർ അങ്ങനെയൊന്നും ഇല്ല സാർ. നീ എങ്ങനെയൊന്നും ഇല്ലടേ. എങ്ങനെയാടാ നീ മോട്ടിക്കണത്? സാർ മോഷ്ടിക്കണത് എടേ നീ എങ്ങനെയാ മോട്ടിക്കണത്? കാണിക്കടാ. ഇത് വേണോ സാർ? അങ്ങോട്ട് കാണിക്കാം. ഒരു സാറും കൂടെ വരണം. ശരി എന്നാ പോര്. അർദ്ധരാത്രി 12 മണി. ആരുമില്ല. നമ്മൾ നടക്കുകയാണ്. എടേ രാത്രി 12 മണിക്ക് ശേഷം വെളിയിൽ ഇറങ്ങാൻ പേടിയാട എനിക്ക്. പെട്ടെന്ന് നമ്മൾ ഗേറ്റിനടുത്തേക്കെത്തി. ഗേറ്റ് തുറന്നു. അകത്തേക്കു കയറി. എൻ്റെ അമ്മോ. ഫ്രണ്ട് വാതിൽക്കലെത്തി. എന്തുവാടാ?
എടാ ഒന്ന് പതുക്കെ പറയടേ. നമ്മൾ വാതിൽ തുറന്ന് വീട്ടിനകത്തേക്ക് കയറി ബെഡ്റൂം വാതിലിന്റെ ഫ്രണ്ടിലെത്തി. വാതിൽ ചവിട്ടി തുറക്കണോ കുത്തിപ്പൊളിക്കണോ? ചവിട്ടി തുറയടേ. എടാ പോടെന്നൊക്കെ സൂക്ഷിച്ച് വിളിക്കണം. വാതിൽ ചവിട്ടി തുറന്നു, അകത്തേക്ക് കയറി. റൂമിനകത്ത് ഒരു സൈഡിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി കിടന്നുറങ്ങുന്നു. ഫ്രണ്ടിൽ അലമാര. എന്തുവാടാ? അല്ല, സുന്ദരിയായ പെൺകുട്ടി കിടന്നുറങ്ങുന്നു. മതിയടേ. അലമാര തുറന്നു. അലമാരക്കകത്ത് ആദ്യത്തെ തട്ടിൽ ഞാൻ പറഞ്ഞതുപോലെ 1000 നോട്ടുകൾ അടുക്കി വെച്ചിരിക്കുന്നു. രണ്ടാമത്തെ തട്ടിൽ സ്വർണം. ആദ്യം ഏതെടുക്കണം? എടേ, സ്വർണത്തിനല്ലേ വില കൂടുതൽ. സ്വർണ്ണടേ. പോലീസാണെന്ന് പറയുന്നത്. പോലീസ്? നിങ്ങൾ എവിടുത്തെ പോലീസാ? മാനവും വരെ കിടക്കണം, എന്നെ കൂടെ ജീവിക്കാൻ സമ്മതിക്കില്ല. നിന്നെ ഇങ്ങനെ വിട്ടാ ശരിയാവൂല. നിനക്ക് ഞാൻ പണിഷ്മെന്റ് തരുന്നുണ്ട്. ഇങ്ങോട്ട് നീങ്ങി നിക്കടേ. ഇവിടെ വന്ന് നിക്കടാ. എടാ, ഈ മിന്നൽ പുഷ്കനാട് നിന്റെ കളിയല്ലടാ. നിനക്ക് ഞാൻ എൻ്റെ അവസാനത്തെ പരീക്ഷണം. ഇനി വാടേ, ഇനി വാടേ. ഇവിടെ വാടാ ഇങ്ങോട്ട്. ഇതടാ അമ്പമില്ലടാ. എടുത്തു സാർ. ഇങ്ങോട്ട് മാറി നിക്കടാ. ദോണ്ട് അത് കണ്ടോടാ നീ? ഏത് സാർ? ഡേ, ആ തത്തേ കണ്ടോടാ നീ? ഏത് തത്ത സാർ? ഡേ, ആ മരത്തിന്റെ കൊമ്പിലിരിക്കുന്ന തത്തേ കണ്ടോടാ നീ? കണ്ടു സാർ. അതിന്റെ കണ്ണ് കണ്ടോടാ നീ? അതും കണ്ടു സാർ. എന്നാൽ നീ ആ തത്തയുടെ കണ്ണിൽ അമ്പെയ്ത് കൊള്ളിക്കണം. നീ അമ്പെയ്ത് കൊള്ളിച്ചാൽ നിന്നെ സകല കേസും ഞാൻ എഴുതി തള്ളോടെ. ഏറ്റോടാ? ഏറ്റു സാർ. നീ തത്തയുടെ കണ്ണിൽ തന്നെ കൊള്ളിക്കോടാ. തത്തയുടെ കണ്ണിൽ തന്നെ കൊള്ളിക്കും സാർ. കൊള്ളിരടാ, ഞാൻ ഇപ്പൊ വരാം. എന്റെ ദൈവമേ, ഈ മണ്ടനെ പറ്റിച്ച് എത്രയും പെട്ടെന്ന് എനിക്ക് ശേഷം വിട്ടു പോകാൻ പറ്റണേ. തത്തേരെ കണ്ണി കൊള്ളിച്ചോടാ നീ? കൊള്ളിച്ചു സാർ. നീ തത്തേരെ കണ്ണി തന്നെ കൊള്ളിച്ചോടാ. തത്തയുടെ കണ്ണി തന്നെ കൊള്ളിച്ചു സാർ. നീ തത്തേടെ കണ്ണി തന്നെ കൊള്ളിച്ചോടാ. തത്തയുടെ കണ്ണി തന്നെ കൊള്ളിച്ചു സാർ. എടാ, ഇതാണോടാ നിന്റെ തത്തേരെ കണ്ണ്? പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നടേ? കുഴപ്പമില്ലായിരുന്നടേ. ഇനിയിപ്പോൾ എനിക്ക് ഒരാളോട് ചോദിക്കണം, പക്ഷെ എനിക്ക് ഒരിക്കലും കുഴപ്പമുണ്ടായിരുന്നോടെ എന്ന് ചോദിക്കാൻ മേലാത്തോട് ചോദിക്കാം. മുരളിച്ചേട്ടാ, കുഴപ്പമുണ്ടായിരുന്നോ? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പെർഫോമൻസ് നന്നായിരുന്നു. പ്രിയ നന്നായിരുന്നു. നല്ല നല്ല ക്യാരക്ടറൈസേഷൻ ആയിരുന്നു. അത് നല്ല കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നെഗറ്റീവ് ഇൻഫ്ലുവൻസ് അല്ല. നമ്മൾ അഭിനയം തുടങ്ങുമ്പോൾ പലർക്കും നമ്മളറിയാതെ പലരുടെയും ഇൻഫ്ലുവൻസ് നമ്മളിൽ ഉണ്ടാവും. നമ്മൾ സിനിമ കാണുകയാണെങ്കിൽ, നമ്മൾ നല്ല നാടകം കാണുകയാണെങ്കിലൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ നമ്മളൊരു ആക്ടറാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ ഉള്ളിൽ കാണും. എന്നിട്ടത് മനഃപൂർവ്വമല്ലാതെ ചില സ്ഥലത്ത് അത് വരികയും ചെയ്യും. ചെറിയ ഒരു ജഗതി ചേട്ടൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, ഈ ചെറഞ്ഞെട്ടലിലൊക്കെ ഞാൻ പോസിറ്റീവായിട്ടാണ് പറയുന്നത് കേട്ടോ. ഇറ്റ്സ് എ പോസിറ്റീവ് തിങ്, ഇറ്റ്സ് നോട്ട് എ നെഗറ്റീവ് തിങ്. ചില സാധനങ്ങളിലൊക്കെ തന്നെ ശബ്ദങ്ങളിലൊക്കെ വന്നിരുന്നു, വിച്ച് ഇസ് നോട്ട് അതുണ്ടാവും, നമ്മളറിയാതെ വരുന്നതാണത്. നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ആർട്ടിസ്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ചില സ്ഥലത്ത് നമുക്ക് കൺട്രോൾ വേണം, എസ്പെഷ്യലി വെൻ യു ഡു കോമഡി. ടൈമിങ് തമ്മിലുള്ള ടൈമിങ്ങും നിങ്ങൾ തമ്മിലുള്ള ഗിവ് ആൻഡ് ടേക്കും ഒക്കെ വളരെ നന്നായിരുന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ മറ്റൊരു ലോജിക്കൽ തലത്തിലേക്ക് നമ്മൾ പോകേണ്ട കാര്യവുമില്ല. കാരണം ഇറ്റ് ഈസ് ടോം ആൻഡ് ജെറി എന്ന് പറയുന്ന കാർട്ടൂൺ ടൈപ്പിലുള്ള സാധനം തന്നെയാണ്. ഞാൻ കൺട്രോൾ എന്ന് പറഞ്ഞത് ആ ചെസ്സിൽ നിന്ന് വരാവുന്ന തമാശ എന്തായിരുന്നു എനിക്കറിയില്ല. എന്തായാലും ഞങ്ങളത് മിസ് ചെയ്തു. അത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ട് അടിച്ചപ്പോൾ ഇതങ്ങോട്ട് എല്ലാം കൂടി ചെതറിപ്പോയി. വീണ ഇനിയിപ്പോൾ അത് എന്ത് ചെയ്യണമെന്നറിയില്ല. കളിക്കുമെന്ന് പറയുന്നുണ്ട്. സാർ ഞാനിത് വെച്ചോണ്ടിരിക്കുകയാണല്ലോ സാർ എന്ന് ഭംഗിയാണ് അത് പറയുന്നുമുണ്ട്. അത് എപ്പോഴും ചരട് നമ്മളതിലായിരിക്കണം. അപ്പോൾ അഥവാ നമ്മൾ വേശലടിച്ചാലും ആ കൺട്രോൾ വിട്ട് പോകരുത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഒരു പൊടിക്ക് ആവേശം കുറയ്ക്കാൻ ഒരു ശകല. പിന്നെ നിങ്ങളുടെ ഒരു
അടുത്ത ചാലഞ്ച് അവിടെ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്നുള്ളതാണ്. വളരെ സമർത്ഥമായിട്ട് പുറത്തു വന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്തു. വീണ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ മുമ്പ്? കൊടുക്കും മൈക്ക് കൊടുക്കും. ചെയ്തിട്ടുണ്ട്. ഒരു ഇരുത്തം വന്ന ഒരു പെർഫോമറുടെ ഒരു തഞ്ചമൊക്കെ ഉണ്ടായിരുന്നു. പ്രിയയെ നല്ലപോലെ കോംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. വീണയുടെ ആക്ടിങ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സാർ. രണ്ടുപേരും നന്നായിരുന്നു, നല്ല ഇതായിരുന്നു. ഐ ജസ്റ്റ് എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. നമസ്കാരം പ്രിയ. നമസ്കാരം. നമസ്കാരം വീണ. നമസ്കാരം. നന്നായിരുന്നു, ഇത്രയും ഞാൻ പറയുള്ളൂ. പ്രിയയ്ക്ക് ഗംഭീരാക്കാം, പക്ഷെ ആസ് ഓഫ് നൗ ഇറ്റ് വാസ് ഗുഡ്. എനിക്ക് പ്രിയയുടെ ക്യാരക്ടറൈസേഷൻ ഗംഭീരായി. താങ്ക് യു. വളരെ കൺവിക്ഷനോടുകൂടി തന്നെ ആ കഥാപാത്രത്തിനോട് നീതി പുലർത്താൻ പ്രിയ ശ്രമിച്ചിട്ടുണ്ട്. സെക്കൻഡ്, ബോഡി ലാംഗ്വേജ് ആൻഡ് സൗണ്ട് എഫക്ട്സ്. ഓക്കെ, പിന്നെ സ്ലാങ് കീപ്പ് ചെയ്ത രീതി, കൺസിസ്റ്റൻസി, ഇതെല്ലാം ക്യാരക്ടറൈസേഷനെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളാണ്. അതെല്ലാം പ്രിയയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇൻപുട്സ് ആണ്. ഇതെല്ലാം ഗംഭീരമായിരുന്നു. ആൻഡ് വീണ, എനിക്ക് വീണയുടെ ടൈമിങ്ങും വീണയുടെ ഈ പറഞ്ഞ പോലെ ഒരു ഗിവ് ആൻഡ് ടേക്കും വളരെയധികം ഇഷ്ടമായി. സ്പെഷ്യലി രണ്ടിടത്തൊന്ന് പാളിയിരുന്നു. ഒന്ന് പഴത്തൊലി മിസ്സായി. പഴത്തൊലി കഴിഞ്ഞ് നടന്നു വന്നപ്പോഴാണ് പ്രിയ ഒന്ന് തെന്നിയത്. പഴത്തൊലി വേറെ എവിടെയോ പ്രിയ ലാത്തി വെച്ച് കാണിച്ചപ്പോൾ പഴത്തൊലി പുറകിലായിപ്പോയി. അത് എടുക്കാനാണ് വീണ പോയത്, പക്ഷേ വീണ പോയത് പ്രിയ കണ്ടില്ല. അതൊക്കെ ശരിക്കും ഓൺ ദ സ്റ്റേജ് സിറ്റുവേഷണൽ കോമഡിയായി മാറിയതാണ്. രണ്ടാമത്തത് ചെസ്സിൻ്റെ, അത് മുരളിച്ചേട്ടൻ പറഞ്ഞു. രണ്ടിടത്തും രണ്ടുപേരും നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. അത് പ്രസൻസ് ഓഫ് മൈൻഡ് ഒന്നുകൊണ്ട് മാത്രമാണ് പറ്റുക. ഓക്കെ, എനിക്ക് മിസ്സിങ് ആയിട്ട് തോന്നിയത് ഒരൊറ്റ കാര്യം മാത്രമാണ്. നമ്മളിപ്പോൾ ലോജിക്ക് വേണ്ട എന്ന് വിചാരിച്ചു. ശരിയാ, ലോജിക്ക് വേണ്ട, സ്ലാപ്സ്റ്റിക്ക് മാത്രമാണ് ടോം ആൻഡ് ജെറിയിൽ അല്ലേ, ടിപ്പിക്കൽ കാർട്ടൂൺ കഥാപാത്രങ്ങൾ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഹ്യൂമർ ആഡ് ചെയ്യായിരുന്നു എന്ന് തോന്നി. ഹ്യൂമർ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രിയയുടെ ക്യാരക്ടറൈസേഷനിൽ മാത്രമാണ് ഇവിടെ ഒരു ഹ്യൂമർ തരാൻ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾ കക്കാൻ പോകുന്ന കാര്യമുണ്ട്, അവിടെയെങ്കിലും എവിടെയെങ്കിലും കുറച്ചുകൂടെ ഒരു ഹ്യൂമറിൻ്റെ ഒരു സിറ്റുവേഷൻ സ്ലാപ്സ്റ്റിക് ആയാൽ മതി. ഓക്കെ, സ്ലാപ്സ്റ്റിക് ഹ്യൂമർ ആണെങ്കിലും ദർ ഷുഡ് ബി ഹ്യൂമർ ഫോർ ദാറ്റ്, റൈറ്റ്? സത്യം പറഞ്ഞാൽ വീണ ഒരു പെൺകുട്ടിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു പെൺകുട്ടിയുടെ ബോഡി ലാംഗ്വേജ് വീണയുടെ കഥാപാത്രത്തിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ പോലും വന്നിട്ടില്ല. ശരിക്കും ഒരു പ്രതി നിൽക്കുന്ന പോലെ തന്നെയാണ് വീണ നിൽക്കുന്നത്. ക്യാരക്ടർ അത്രത്തോളം അകത്തോട്ട് വീണയിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പോലീസ് കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ ആ കഥാപാത്രത്തിന് ഇത്ര വയറുണ്ടാകണമെന്ന് തീരുമാനിച്ചാരാണ്? സാർ, അത് ഞാൻ തന്നെയാണ്. ഞാൻ തന്നെ. അല്ല, തോന്നാൻ കാരണം എന്താ സാർ? ഒരു 50 വയസ്സ് 55 വയസ്സുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ. 50 വയസ്സിൽ വയറ് വരണം നിർബന്ധമാണോ? അല്ല, ഏട് മൂത്ത് SI ആയ ആളാണ്. അപ്പം കുറച്ച് വയറിരുന്നോട്ടെന്ന് വിചാരിച്ചു. ഏട് മൂത്ത് SI ആയതുകൊണ്ട് പുള്ളിക്ക് ഇത്തിരി വയറൂടെ പ്രൊമോഷൻ കൂടെ കിട്ടിയെന്നുള്ളതായിരുന്നു. അതല്ല, ഞാനതിൽ കണ്ട ഒരു നല്ലൊരു ഒബ്സർവേഷൻ അത്. കാരണം നമ്മൾ പലപ്പോഴും റോഡിൽ കൂടെ പോയി യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പോലീസ് കോൺസ്റ്റബിൾസ് നിൽക്കുന്നതാണ് പലപ്പോഴും എനിക്ക് അടുത്ത് ചെന്ന് അവരുടെ ബെൽറ്റ് പൊക്കി കെട്ടാൻ തോന്നാറുണ്ട്. കാരണം ഇതിങ്ങനെ കൊണ്ടുവന്ന് സപ്പോർട്ട് ചെയ്ത് സാധനം ഇങ്ങനെ, അത് അവരറിയുന്നുമില്ല അങ്ങനത്തെ ഒരു സാധനം ഇരിക്കുന്ന കാര്യം. അതറിയുന്നില്ല, അവരതിനെ അഭിമാനപൂർവ്വം ഡിസ്പ്ലേ ചെയ്യുക. ഒരു സ്ക്രിപ്റ്റിൻ്റെയും ഒരു പ്രസൻറ്റേഷൻ്റെ ഒക്കെ പിന്നിൽ നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുമ്പം ഇത്തരത്തിലുള്ള എലമെൻസാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ കണ്ടില്ലെങ്കിൽ ആൾ കണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഫ്രൗൺ കാണണം, ദേഷ്യമാണ്. ഒരു വിസിലെടുത്ത് വയ്ക്കും, ഇങ്ങോട്ട് ആ വിളിക്കുന്നതൊക്കെ വി ആർ പേയിങ് റോഡ് ടാക്സ്, വി ആർ പേയിങ് വെഹിക്കിൾ ടാക്സ് ആൻഡ് വി ആർ ബൗണ്ട് ടു ബി റെസ്പെക്റ്റഡ്. അത് ചെയ്യാതെ നമ്മളെ ആട്ടിപ്പായിക്കുന്നൊരു സമ്പ്രദായമുള്ളത്. ഒരു ദിവസം ഞാൻ സ്വല്പം ട്രാഫിക്കൊക്കെ തെറ്റിച്ച് ഓടിക്കുന്ന ആളാണ്. കാരണം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കഥ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള കാര്യങ്ങൾ ആലോചിക്കുക. അപ്പോൾ അറിയാതൊക്കെ ചിലപ്പോഴൊക്കെ റെഡൊക്കെ കഴിഞ്ഞാൽ പോകും ചിലപ്പോൾ ചില സമയങ്ങളിൽ. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഒരു ഭയങ്കര ക്രൗഡഡ് സ്ഥലമായിരുന്നു. പക്ഷേ എനിക്ക് അദ്ദേഹത്തിനോടുള്ള താല്പര്യം, എനിക്ക് അദ്ദേഹം എന്നെങ്കിലും ജീവിതത്തിൽ കാണുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് ആദരിക്കണം. ഈ പോലീസ് കോൺസ്റ്റബിൾ, ഞാൻ വണ്ടി അങ്ങോട്ട് കയറ്റിയത് ബ്ലാക്ക് ഗ്ലാസ് ആയിട്ടിരുന്നു, എന്നെ കാണാൻ പറ്റുന്നില്ല. ഇയാൾ ചീറിപ്പാഞ്ഞൊരു സിംഹത്തെ പോലെ എൻ്റെ അടുത്തേക്ക് വന്നു ക്ലാസ്സിൽ വന്നിട്ട് പൂ തുടങ്ങി. ഈ സ്റ്റാർട്ട് വിത്ത് എ വേർഡ് പൂ. പൂ. അപ്പം എന്നെ കണ്ടു, പുതിയ പടമൊന്നും ആയില്ലേ സാറേ.
ഞാൻ അതിശയിച്ചു. ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമറുള്ള ഒരു കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസ്. എനിക്ക് വണ്ടി ഓടിച്ചു പോയപ്പോൾ എനിക്ക് ചിരിച്ച് കണ്ണിൽ കൂടെ വെള്ളം വന്നു. പിന്നെ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇവിടെ ഇപ്പം ഞാൻ കണ്ടൊരു വേറൊരു വിശേഷണം, ദേ മാനേജ് ദ സ്റ്റേജ്. ഈ സ്റ്റേജിനകത്ത് പെർഫോം ചെയ്യുമ്പം ഇങ്ങനെയുള്ള ഒരുപാട് ലാപ്സസ് വരും. ഒന്ന്, നമ്മൾ ഡയലോഗ് മറന്നുപോകും. ഒരു വേർഡ് തെറ്റിയാൽ പിന്നെ അതിനെ നമ്മൾ ഇംപ്രവൈസ് ചെയ്ത് കൊണ്ടാക്കണം. വേദിയെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്കിൽ ആൾസോ ഈസ് എ സൈൻ ഓഫ് ആർട്ടിസ്റ്റ്. അത് നിങ്ങൾ ചെയ്തു. ഇദ്ദേഹം പറഞ്ഞ പോലെ എനിക്ക് മനസ്സിലായില്ല എന്താണ് പിന്നെ ചെസ്സുകളിലുണ്ടായിരുന്ന ഹ്യൂമർ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ബട്ട് യു മാനേജ്ഡ് ഇറ്റ്. അത് ഒരു നിസ്സാര കാര്യമല്ല. ദാറ്റ് ഈസ് ഓൾസോ എ പ്ലസ് പോയിന്റ്. ദെൻ കമ്മിങ് ബാക്ക് ടു വീണ, എവറി ഇഞ്ച് you look a criminal in this costume. Good. Keep it up. പ്രിയ, ഈ ദൈവം പണ്ടൊക്കെ പിന്നെ പിന്നെ ഇപ്പം അപ്പോഴെന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്. റാങ്കിൽ സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറെ കാണുമ്പോൾ അത് എത്ര പ്രായമുള്ള സബ് ഇൻസ്പെക്ടർ ആണെങ്കിലും ഒന്ന് സല്യൂട്ട് ചെയ്യാൻ മര്യാദ. ഒന്ന് സല്യൂട്ട് ചെയ്തിട്ട് പോയിക്കോളൂ, കുഴപ്പമില്ല. അതല്ലേ മര്യാദ, ചെയ്തിട്ടേ വിടുള്ളൂ.